നമസ്കാരം. ഒരു വശത്ത് പശ്ചിമേഷ്യ യുദ്ധക്കെടുതിയിൽ മുങ്ങിയിരിക്കുമ്പോൾ മറുവശത്ത് പുര കത്തുമ്പോൾ വാഴ വെട്ടുകയാണ് പാകിസ്ഥാൻ. തങ്ങളെ ആക്രമിച്ചതിന് പകരമായി പാകിസ്ഥാൻ ഇസ്രായേലിന് നേരെ അണുവായുധം പ്രയോഗിക്കുമെന്നും ഇറാൻ പറഞ്ഞിട്ട് അതിന്റെ ചൂട് ഒട്ടും കെട്ടണഞ്ഞിട്ടുമില്ല. കുരുട്ടുബുദ്ധിയിൽ അഗ്രഗണ്യനായ ട്രംപ് ഒരുക്കിയ കെണിയിൽ വീണ ഇറാൻ കിടന്ന് വട്ടം കറങ്ങുകയാണ്. കുടിച്ച വെള്ളത്തിൽ പോലും ട്രംപിനെ വിശ്വസിക്കില്ല എന്ന് ഇറാന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. തങ്ങളുടെ ഉറ്റമിത്രമായ പാകിസ്ഥാൻ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇറാന് ഇരുട്ടടിയായാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയെ ട്രംപ് അമേരിക്കയിലേക്ക് ക്ഷണിച്ച് വിരുന്നു കൊടുത്തത്. ഇറാനെ ആക്രമിക്കാൻ പാകിസ്ഥാന്റെ മണ്ണ് വേണം എന്നതാണ് ഇതിന് പിന്നിലെ ചേതോവികാരം എന്നത് ആർക്കും മനസ്സിലാകും. ഓപ്പറേഷൻ സിന്ദൂറിലേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്ന് എങ്ങനെ മുഖം രക്ഷിക്കും എന്ന് തലപുകഞ്ഞ് ആലോചിച്ചിരിക്കുകയായിരുന്ന പാകിസ്ഥാന് അങ്ങനെ ഒരു കച്ചി തുരുമ്പ് കൂടി കിട്ടി. അതിൽ പിടിച്ചു കയറുക മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് അമേരിക്കയെ വാനോളം പുകഴ്ത്തുകയാണ് പാകിസ്ഥാൻ. ഇക്കഴിഞ്ഞ നാളുകളിൽ ട്രംപിനെ 2026 നൊബേൽ പുരസ്കാരത്തിന് തങ്ങൾ പേര് നിർദ്ദേശിക്കുമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ സമാധാനമുണ്ടാക്കാൻ ട്രംപ് പ്രവർത്തിച്ചു എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റാരുടെയും മധ്യസ്ഥത ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയെങ്കിലും ട്രംപ് ഇപ്പോഴും പറയുന്നത് ഞാനാണ് ഈ വെടിനിർത്തലിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ്. അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചപ്പോൾ ട്രംപ് ഉടനെ മലക്കം മറിയുകയും ഞാൻ ഇന്ത്യയോടല്ല പാകിസ്ഥാനോടാണ് ഇന്ത്യയുമായി സമാധാനത്തിലെത്തുവാൻ അഭ്യർത്ഥിച്ചതെന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഇനി ആക്രമിക്കരുത് പ്ലീസ്, അത് താങ്ങാനാകില്ല എന്ന് പാകിസ്ഥാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചതിന് പ്രകാരമാണ് ഇന്ത്യ വെടിനിർത്തലിന് ഒരുങ്ങിയതെന്ന പ്രസ്താവന ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വരികയും ചെയ്തു. ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ട്രംപ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണയായി അമേരിക്കയിൽ ലോകരാഷ്ട്രങ്ങൾക്ക് വിരുന്നു നൽകുന്നതും ചർച്ചകൾക്കായി ക്ഷണിക്കുന്നതും ഒട്ടും പുതുമയുള്ള കാര്യമല്ല. ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയെയോ മറ്റ് വിദേശകാര്യ ഉദ്യോഗസ്ഥരെയോ സൽക്കരിക്കുന്നതിന് പകരം ഒരു സൈനിക മേധാവിക്ക്, അതും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭീകരവാദം വളർത്തുന്ന കേന്ദ്രമായി വിശേഷിക്കപ്പെട്ട പാകിസ്ഥാൻ്റെ സൈനിക മേധാവിക്ക് വിരുന്നു നൽകിയത് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗികമായി എക്സിൽ കുറിച്ചത് ഇങ്ങനെ: വളരെ ധീരമായ ഇടപെടൽ കൊണ്ടും നേതൃത്വ പാടവവും കൊണ്ട് രണ്ട് ആണവ ശക്തികളായ അയൽ രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം ലഘൂകരിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ട്രംപിനെ അഭിനന്ദിക്കുന്നു. ഇസ്ലാമാബാദിനെയും ന്യൂഡൽഹിയെയും തമ്മിൽ ബന്ധപ്പെടുകയും ഉന്നതതല സംഭാഷണങ്ങൾ നടത്തിയും ഈ മേഖലയിൽ സമാധാനം വരുത്താൻ ട്രംപ് ഇടപെട്ടു. കൂടാതെ കാശ്മീർ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ആത്മാർത്ഥമായ ശ്രദ്ധ നടത്താനും ട്രംപ് ശ്രമിച്ചു. ഇതൊക്കെ കേട്ട് ട്രംപ് കോരിത്തെരിച്ചു എന്ന് പാകിസ്ഥാൻ കരുതുകയാണ്. പാകിസ്ഥാനുള്ള എന്തോ ഒരു കെണി ഒരുക്കുന്നതാണ് ട്രംപിൻ്റെ ഈ നീക്കം എന്നത് അധികം താമസിയാതെ തന്നെ അവർക്ക് ബോധ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ സിംല കരാറിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ മൂന്നാമതൊരു കക്ഷിയുടെ സഹായം കാശ്മീർ പ്രശ്നത്തിൽ ആവശ്യമില്ല എന്ന ഇന്ത്യയുടെ നിലപാടിൽ ഇതുവരെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ വീണ്ടും ട്രംപിനെ പുകഴ്ത്തുന്നതിൽ ഒട്ടും കുറവ് വരുത്തുന്നില്ല. ഗാസയിലെ മാനുഷികമായ പ്രതിസന്ധിയും ഇറാനുമായി ബന്ധപ്പെട്ട് വരുന്ന സംഘർഷങ്ങളും ഉൾപ്പെടെയുള്ള ആഗോള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ട്രംപിൻ്റെ നയതന്ത്രമിടുക്ക് ഇനിയും ഒരു പ്രധാന പങ്ക് വഹിക്കും. ഇങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ ട്രംപിനെ പുകഴ്ത്തുന്നത്. ഇതിനു മുൻപും 2019 പുൽവാമ ബാലാകോട്ട് സംഭവത്തെ തുടർന്നുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൈകാര്യം ചെയ്തതിലും താൻ ശ്രമിച്ചിരുന്നു എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. കശ്മീരിൽ സമാധാനമുണ്ടാക്കുവാൻ സഹായിക്കാം എന്ന ട്രംപിന്റെ ഓഫർ മുൻപ് ഇന്ത്യ നിരസിച്ചിരുന്നു. ഇനി ട്രംപിന്റെ നൊബേൽ സമ്മാന പ്രതീക്ഷ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മുൻപ് ബറാക് ഒബാമയ്ക്കും അൽഗോറിനും നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നു. ഇനി നൊബേൽ സമ്മാനത്തെക്കുറിച്ച് നോക്കിയാൽ അത് ഒരു കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നത്. രാഷ്ട്രതലവന്മാർ, ദേശീയ നിയമസഭാംഗങ്ങൾ, അക്കാദമിക് നയതന്ത്ര വ്യക്തികൾ എന്നിവരുടെ ശുപാർശകളൊക്കെ അവർ സ്വീകരിക്കുകയും ഒടുവിൽ നോർവീജിയൻ നൊബേൽ കമ്മിറ്റി ഇതെല്ലാം ചർച്ച ചെയ്ത് അതിന്മേലൊരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നതാണ് പതിവ്. ഇവിടെ വ്യക്തിപരമായ ശുപാർശകൾക്കോ അഭിപ്രായങ്ങൾക്കോ ഒന്നും സ്ഥാനമില്ല. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ പരിഭവം പറയുന്നത്. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ലോക സമാധാനത്തിനായി ചെയ്തു വരുന്നു, പക്ഷേ എൻ്റെ പ്രവൃത്തികൾക്ക് യാതൊരു വിലയോ അംഗീകാരമോ ലഭിക്കുന്നില്ല. എനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയുമില്ല. താൻ നടത്തിയ സമാധാന പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് ട്രംപ് ഇപ്പോൾ ഏവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റുവാണ്ടയും തമ്മിലുള്ള സമാധാന കരാർ അമേരിക്കയിൽ വെച്ച് ഒപ്പുവയ്ക്കപ്പെട്ടു. ഇതുമൂലം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയൊരു സംഘർഷരഹിതമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. സെർബിയ, കൊസോവോ എന്നിവർക്കിടയിലുള്ള സമാധാന ചർച്ചകൾ
ഈജിപ്തും എത്യോപ്യയും തമ്മിലുള്ള സമാധാന നടപടികൾ, ഇസ്രായേലും അറബ് രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനത്തിനായി ഉണ്ടാക്കിയ അബ്രഹാം ഉടമ്പടി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഉദ്ദേശിച്ചു നടത്തിയ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം തൻ്റെ വ്യക്തിഗത നേട്ടങ്ങളായി ട്രംപ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുകയാണ്. ഒരു നൊബേൽ സമ്മാനം ലഭിക്കുമെന്ന പ്രതീക്ഷ ട്രംപിനുണ്ട് എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഈ അവസരം നന്നായി മുതലെടുത്ത് സോപ്പിടുക മാത്രമല്ല, നന്നായി പതപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്. ഇറാനെ പൂർണ്ണമായും ഒതുക്കി തീർക്കുവാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങൾക്കൊപ്പം ഇറാൻ്റെ 4 ചുറ്റും നിന്നും വരിഞ്ഞു മുറുക്കുക എന്ന തന്ത്രവും അമേരിക്ക പ്രയോഗിക്കുകയാണ്. എന്തായാലും ഇനിയുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവ വികാസങ്ങളും നാടകീയ നീക്കങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.